നമസ്കാരം. 2 ദിവസം മുന്നേ ഞാന് കോയമ്പത്തൂരിൽ നടന്ന ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങളെ പറ്റിയും, പ്രതികൾക്ക് കൊടുക്കുന്ന ശിക്ഷയും ആ ശിക്ഷാ രീതികളെ പറ്റിയൊക്കെ. അതിന്റെ ചൂടാറുന്നതിന് മുമ്പേ കേരളം ഞെട്ടിത്തെരിക്കുന്ന ഒരു ന്യൂസ് ആണ് 2 ദിവസമായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട്ട് 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അവന്റെ രണ്ടാം അച്ഛന്റെ ക്രൂരമായ പീഡനത്തിനിരയായിട്ട് കൊല്ലപ്പെട്ടു. അവന്റെ അമ്മയ്ക്കും അതിൽ പങ്കുണ്ടെന്ന് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നു. സ്വാഭാവികമായ ഒരു മരണമാണ്. അതായത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോറ് തൊണ്ടയിൽ കുടുങ്ങിയാണ് കുഞ്ഞ് മരിച്ചതെന്നാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നീടാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും പോലീസിനും ആശുപത്രി അധികൃതർക്കൊക്കെ അസ്വാഭാവികത ഫീൽ ചെയ്തിട്ട് അവരത് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് ക്രൂരമായ ഒരു കൊലപാതകമാണ്. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പഴയതും പുതിയതുമായ 51 മുറിവുകളും പരിക്കുകളുമാണ് ഉള്ളത്. അവന്റെ 2 കൈയും ഒടിഞ്ഞിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. സിഗരറ്റ് കുത്തി വെച്ച് പൊള്ളിച്ച പാടുകൾ അവന്റെ ശരീരത്ത് ഉടനീളമുണ്ട്. കരയാൻ മാത്രം അറിയാവുന്ന ഒരു 1.5 വയസ്സുകാരനെയാണ് ഇത്ര ക്രൂരമായി കൊന്നുകളഞ്ഞത്. രണ്ടാനച്ഛന്റെ ക്രൂരമായ കൊലപാതകമാണെന്ന് പറയുമ്പോഴും ഇതെല്ലാം കണ്ട് നേർസാക്ഷിയായിട്ട് ഒരു അമ്മയുണ്ടായിരുന്നു ആ കുഞ്ഞിന്റെ കൂടെ. എന്തായാലും രണ്ടാനച്ഛനെയും ഒപ്പം അമ്മയും അതിന് പങ്കാളിത്തം ഉണ്ടെന്ന സംശയത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. കുഞ്ഞിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 51 പരിക്കുകളാണ് പഴയതും പുതിയതുമായിട്ട് ഉണ്ടെന്ന് പറയുന്നത്. അതായത് ഈ ഉപദ്രവം കുറെ നാൾ കൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയായിരിക്കും. അങ്ങനെയെങ്കിൽ കുഞ്ഞിന്റെ അയൽവക്കക്കാരും മറ്റു ബന്ധുക്കളും ഒന്നും ഈ ഒരു അതിക്രമം എന്തുകൊണ്ട് നേരത്തെ അറിഞ്ഞില്ല? ഇനി അഥവാ നേരത്തെ അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് പ്രതികരിച്ചില്ല? അറിയിക്കേണ്ടവരെ എന്തുകൊണ്ട് അറിയിച്ചില്ല? വീടുകളിൽ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് സമൂഹത്തിന്റെ കൂടി പരാജയമല്ലേ? സ്വയം വന്ന് പരാതി പറയാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ ആരാണ് സംരക്ഷിക്കേണ്ടത്? ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം? അയൽവാസികള്, ബന്ധുക്കള്, ആരോഗ്യ പ്രവർത്തകര് ഇവർക്കൊക്കെ കുറച്ചുകൂടി ജാഗ്രത വേണ്ടേ? നിലവിലെ സർക്കാർ സംവിധാനങ്ങള് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നുണ്ടോ ശരിക്കും? കുട്ടികൾക്കെതിരായ പീഡനത്തിന്റെ ലക്ഷണങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ മുന്നറിയിപ്പ് നമ്മൾ ഒരു ചെറിയ ജാഗ്രതയോടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ആവർത്തിച്ചുണ്ടാവുന്ന മുറിപ്പാടുകൾ, കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഭയം അല്ലെങ്കിൽ നിർത്താതെയുള്ള കരച്ചില്, പിന്നെ ഈ മുറിവുകൾക്കും പരിക്കുകൾക്കും മാതാപിതാക്കൾ നൽകുന്ന വ്യത്യസ്തമായ വിശദീകരണങ്ങൾ, നിരന്തരമായിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങൾ, ഇങ്ങനെയൊക്കെ ഓരോ അസ്വാഭാവികത നമ്മുടെ മുന്നിൽ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് വേണ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ചുറ്റും വളരുന്ന ഓരോ കുഞ്ഞുങ്ങളും നാളത്തെ പൗരന്മാരാണ്. അവരുടെ സുരക്ഷ അവരുടെ കുടുംബത്തിന്റെ മാത്രമല്ല നമ്മളുടെ കൂടി ഉത്തരവാദിത്തമാണ്. സംരക്ഷിക്കേണ്ട കൈകൾ തന്നെയാണ് അവനെ കൊന്നുകളഞ്ഞത്. അവന്റെ പെറ്റമ്മ കൂടി അറിഞ്ഞിട്ടാണ് ഇത് നടന്നെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന വരുന്നത്. ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഏകദേശം 51 മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞ് നേരിട്ട പീഡനം ഉറപ്പായിട്ടും അമ്മയുടെ അറിവോടുകൂടിയാണ് അമ്മ അതിന് കൂട്ടു നിൽക്കുകയാണ് ചെയ്തത്. അപ്പൊ അവരിതിൽ ശരിക്കും ഒരു കൂട്ടുപ്രതി തന്നെയാണ്. അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനേ സാധിക്കത്തില്ല. ആരോരും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഏറെയുണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ജീവിതകാലം മൊത്തം ഒഴിഞ്ഞു വെച്ച എത്രയോ മനുഷ്യർ ഒരുപാട് പൈസ ചെലവാക്കിയും ചികിത്സ നടത്തിയും ഒക്കെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഉള്ളപ്പോൾ ഒരു കുഞ്ഞിനെ കൊന്നുകളയുക എന്ന് പറയുമ്പോൾ അവരെത്ര ക്രൂരന്മാരായിരുന്നു. ഈ രണ്ടാനച്ഛനും അമ്മയും വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും തന്നെ കിട്ടാൻ അർഹരല്ല. എത്രയും പെട്ടെന്ന് നമ്മുടെ നിയമ സംവിധാനങ്ങളും കോടതിയും ചേർന്ന് അത് തീർപ്പാക്കി കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കുഞ്ഞിനും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവരുത്. ഇനി നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ അയൽവക്കത്തോ നമ്മുടെ ബന്ധുവീടുകളിലോ ഏതെങ്കിലും രീതിയിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സാഹചര്യം, ഒരു സംശയാസ്പദമായ സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ മിണ്ടാതിരിക്കരുത്. നമ്മൾ അധികൃതരെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക. ഒരു ഫോൺ കോളോ ഒരു പരാതിയോ ഒരു മെസ്സേജോ എങ്ങനെ ഏത് രീതിയിലായാലും നമ്മൾ അവരെ അറിയിക്കുക. അവർ ഇടപെടുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ക്രൂരമായ ക്രൈംസും കുഞ്ഞുങ്ങളുടെ ജീവനും നമുക്കും സംരക്ഷിക്കാൻ സാധിക്കും. നന്ദി, നമസ്കാരം.